ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ എന്റെ കൂട്ടുകാർക്കും വെൽക്കം ടു അബ്ദുൽ അലീം വേൾഡ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ലെയർ പുഡിംഗ് ആണ്. അപ്പൊ ഉണ്ടാക്കുന്നത് ഞാനല്ല, എന്റെ അനിയത്തിയാണ്. ഓൾ പറഞ്ഞ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ്: ആവശ്യത്തിന് പഞ്ചസാര, 5 ഗ്ലാസ് പാല്, കസ്റ്റാർഡ് പൗഡർ, ചൈന ഗ്രാസ് പൗഡർ, മിൽക്ക് മെയ്ഡ്, റെഡ് ഫുഡ് കളർ, വാനില എസൻസ്, ബിസ്ക്കറ്റ്. 4 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി പാല് വരാം. ഇനി 5 ഗ്ലാസ് പാല് നമുക്ക് പതിപ്പിച്ചെടുക്കാം. പാല് നല്ലോണം പതിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കസ്റ്റാർഡ് കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇടാം. ചൈന ഗ്രാസ് ഒക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഹാഫ് ഒരു ബൗളിലേക്ക് മാറ്റാം, കളറ് മിക്സ് ചെയ്യാൻ വേണ്ടി. റെഡ് ഫുഡ് കളർ നമുക്ക് ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പുഡിംഗ് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ ബിസ്ക്കറ്റ്സും വെച്ചു കൊടുക്കാം. ബിസ്ക്കറ്റ് നല്ലോണം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിലും കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 6 hours later. നമ്മളെ പുഡിംഗ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ ഡെക്കറേറ്റ് ചെയ്യാം.
ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അന്നപ്പോ നമ്മളുടെ ലെയർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.